ഹായ് ഫ്രണ്ട്സ്, ഇത് ചുമ ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന ഒരു പൊടിയാണ്. നമ്മൾ മരുന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റും. അത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് തിപ്പലി ആവശ്യമുണ്ട്. അതൊരു 100 ഗ്രാം തിപ്പലി നമുക്ക് ഈ മരുന്ന് കടയിൽ കിട്ടും, ഉണങ്ങിയത്. അതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട്, പൊടിക്കുന്ന ജാറാണ് കേട്ടോ, അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഇത് പൊടിയാൻ കുറച്ച് പാടുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചാൽ മതി. അപ്പം ഇത് കുറച്ച് പൊടിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെയും ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെയും ഒന്നും കൂടെ കറക്കിയപ്പോൾ അത് നല്ലതുപോലെ പൊടിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് കൽക്കണ്ടമാണ്. കൽക്കണ്ടം നല്ലതുപോലെ ഒന്ന് കുത്തിയിട്ട് ഉടച്ച് പൊട്ടിച്ചെടുക്കുക. ഇത്ര വലിയ കട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ എന്തായാലും അടിച്ചു പോകും. അതുകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് അത് ഈ മിക്സിയുടെ ജാറിലേക്ക് ആ തിപ്പലീൻ്റെ അതിലേക്ക് തന്നെ ഇട്ടിട്ട് ഒന്ന് അടിക്കുക. അപ്പോൾ ആദ്യം കുറച്ചിട്ട് അടിക്കുക, എന്നിട്ട് എങ്ങനെ മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കുക. അപ്പോൾ അത് അടിച്ചെടുത്തപ്പോൾ നല്ല അടിപൊളി ചുമയ്ക്ക് ഉള്ള ഒരു മരുന്നായി. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഇത്ര 2 സാധനങ്ങൾ മതി, നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുക്കാം. ഇപ്പോൾ കൊറോണ കഴിഞ്ഞത് പിന്നെ എല്ലാവർക്കും ചുമയും ജലദോഷവും കൂടുതലാണ്. പണ്ടില്ല എന്നല്ല, പക്ഷെ ഇപ്പം നല്ല കൂടുതലാണ്. മക്കൾക്കാണെങ്കിലും ഒക്കെ കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേക്കും അപ്പോഴേക്കും ചുമയും ജലദോഷം പിടിക്കും. പിന്നെ അത് മാറണമെങ്കിൽ ഒരു 2 ആഴ്ച. അപ്പം അതുവരെ ഈ ഇംഗ്ലീഷ് മരുന്ന് തന്നെ കൊടുക്കണ്ടേ. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ വീട്ടിലുണ്ടാക്കിയിട്ട് അങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ. കുറച്ച് എരിവും മധുരവും കൂടി ആയിട്ടുള്ളതല്ല, അപ്പം മക്കൾ കഴിച്ചോളും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.